അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ആശാന്റെ സ്റ്റേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് കുക്കിംഗ് വിത്ത് ആശാൻ. അപ്പൊ ഇതാ നമ്മുടെ സ്റ്റേക്ക് ഒരു 1-2 തുള്ളി വിനാഗിരിയും ഒരു ഇച്ചിരി വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഇത് ഒത്തന്റിക് സ്റ്റേക്ക് റെസിപ്പി അല്ല, ഇത് നമ്മുടെ ആശാന്റെ സ്വന്തം സ്റ്റേക്ക് റെസിപ്പി. ഇനി നമുക്ക് ഇവനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ദാ ജിഞ്ചർ, ഗാർലിക്, സോൾട്ട്, പെപ്പർ പൗഡർ ഇത്രയും കൂടെ ബീഫിന്റെ മേലേക്ക് വെതറി. അപ്പൊ ദാ ഡ്രാഗൺ അവിടെ നിന്ന് കട്ടും ആക്ഷനും പറയണ്ടേ. ഇനിയാണ് ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ഇവനെ നമുക്കൊന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ലോ ഹീറ്റിൽ ഒരു 2 വിസിൽ. ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന്റെ ഗുണം എന്താ വെച്ചാൽ ഈ ഒരു മീറ്റിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതിന്റെ മേലേക്ക് നമ്മുടെ ഗാർലിക്കും ഇട്ട് ഈ സ്റ്റേക്ക് കുട്ടന്മാരെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ബട്ടറിന്റെയും ആ ഒരു ഗാർലിക്കിന്റെയും ഒക്കെ ഫ്ലേവർ ഈ ഒരു സ്റ്റേക്കിലേക്ക് നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് സ്റ്റേക്കിന്റെ കണക്കെടുത്തോണ്ടിരിക്കുക. കണക്കെടുത്ത് വന്നപ്പം എക്സ്ട്രാ ഒരു പീസ് മാത്രമേ ബാക്കി വരുന്നുള്ളൂ. അപ്പം ഞാൻ പറയായിരുന്നു ആ ഒരു പീസ് ഞാൻ കഴിക്കും, വേറെ ആർക്കും ഞാൻ തരില്ല. ഇതൊരു 5 to 7 മിനിറ്റ്സ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയ സ്റ്റോക്ക് ആട്ടോ അത്. അപ്പം ഞാൻ അതൊരു കണ്ടെയ്നറിലെടുത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക, നാളെ വേറെ എന്തെങ്കിലും റെസിപ്പിക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റേക്ക് കൂട്ടന്മാർ അവിടെ ബട്ടറിൽ കിടന്ന് കുളിച്ചോണ്ടിരിപ്പുണ്ട്. ഏകദേശം റെഡി ആയിട്ടോ. യൂഷ്വലി നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിക്കുമ്പം ഇതൊരു റെയർ അല്ലെങ്കിൽ ഒരു മീഡിയം റെയർ ആയിട്ടാട്ടോ കുക്ക് ചെയ്ത് തരാറ്. അപ്പൊ ആ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും. യെസ്, നമ്മുടെ സ്റ്റേക്ക് പ്ലേറ്റ് ചെയ്യാറായി. അപ്പൊ ഇതിന്റെ സൈഡ് ഡിഷ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സ്മാഷ് പൊട്ടാറ്റോസും ക്രീമി ഗാർലിക്കും ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഞങ്ങൾ ഇത് ഉണ്ടാക്കിയോണ്ട് പറയല്ല, ഫുഡ് വാസ് ഫിംഗർ ലിക്കിംഗ് ഗുഡ്. അപ്പൊ അത്രേ ഉള്ളൂ. സീ യു സൂൺ, ബൈ.